Hey guys, welcome back to another video. My name is Siddharth Tasnaya and you're watching That Car Guy. Today we have the XUV 400 EV, the all new electric. All new അല്ല 2023 ഇത് വന്നത്, but now in 2024 ഇതിന് കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് കുറച്ച് ഫേസ് ലിഫ്റ്റും കുറച്ച് ഇൻറ്റീരിയേഴ്സ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇൻ ദിസ് വീഡിയോ we will go and have an in-depth detailed look at what all has changed for 2024. Now the XUV 400, ഇതിൻ്റെ ഇലക്ട്രിക് വേർഷനിന് 2 ബാറ്ററി ഓപ്ഷൻസ് ആണ് വരുന്നത്. വൺ ഇസ് എ 34.5 kWh ബാറ്ററി ആൻഡ് ഫുൾ ഓപ്ഷൻ വണ്ടി ഇപ്പോൾ ഈ കാണുന്ന വണ്ടിയിൽ 39.4 kWh ബാറ്ററി. അങ്ങനെയാണ് 2 ബാറ്ററി ഓപ്ഷൻസ് 4 വേരിയേഷൻസിൽ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ബേസ് മോഡൽ 34.5 kWh ബാറ്ററിയുടെ വണ്ടി ഓൺ റോഡ് കേരള ഇറ്റ് ഇസ് അറൗണ്ട് 17,36,000 ആൻഡ് ദി ഫുൾ ഓപ്ഷൻ ദിസ് കാർ ദി 39.4 kWh ബാറ്ററി ഉള്ള ഈ ഒരു ഫുൾ ഓപ്ഷൻ സ്പെക്കിൽ ഓൺ റോഡ് ഇറ്റ് ഈസ് അറൗണ്ട് 19,76,000. അപ്പോൾ അതാണ് റേഞ്ച്. ആൻഡ് ബേസിക്കലി ദി ലോങ് റേഞ്ച് ഈ 39.4 kWh ബാറ്ററിയിൽ മഹീന്ദ്ര ക്ലെയിംസ് അറൗണ്ട് 400 കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ചാണ്. ബട്ട് ഇൻ ദ റിയൽ വേൾഡ് എക്സ്പെക്ട് അറൗണ്ട് ബിറ്റ്വീൻ 250 and 300 കിലോമീറ്റേഴ്സാണ് ഒരു റിയൽ വേൾഡ് കണ്ടീഷൻസിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച്. നൗ ഡിസൈൻ ബേസിക്കലി സെയിം തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക്കലി നമുക്കിവിടെ ഇ വി ആയിരുന്ന ഗ്രില്ലില്ല, ബട്ട് യു ഡു ഗെറ്റ് ദി ലോഗോസ് ആൻഡ് ഓൾ ഓഫ് ദീസ് ആക്സെൻറ്റ്സ് ഇൻ കോപ്പർ. ആൻഡ് നമ്മുടെ ഫോഗ് ലൈറ്റ്സിന് ചുറ്റും ഈ കോപ്പർ ഫിനിഷ് ആൻഡ് ദ റൂഫ് ഇസ് ഓൾസോ ഫിനിഷ്ഡ് ഇൻ കോപ്പർ. കോപ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇലക്ട്രിസിറ്റി ആ വയറിൻ്റെ അകത്തുള്ള മെറ്റീരിയൽ കോപ്പർ. സോ അതൊരു ഇ വി ആണെന്ന് ഒരു സ്റ്റാൻഡ് ഔട്ട് സിഗ്നേച്ചറാണ് ഈ വണ്ടിയുടെ ഈ കോപ്പർ ബിറ്റ്സ് ഓൾ ഓവർ ദ കാർ. ഇൻറ്റീരിയറിലും ഉണ്ട്. ആൻഡ് ദ ഹെഡ്ലൈറ്റ് ഡിസൈൻ ഇസ് ഓൾ ദ സെയിം, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. LED ഹെഡ്ലൈറ്റ്സ് അല്ല, ദാറ്റ് ഇസ് സ്ട്രേഞ്ച്. ഒരു ഇ വി ആയിട്ടും സാധാ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് എപ്പോഴും. ബട്ട് ഓവറോൾ ദിസ് ഈസ് എ വെരി സ്മാർട്ട് ലുക്കിംഗ് ഡിസൈൻ. കാരണം ഒരു സ്പേഷ്യസ് ഇ വി ആണ്. ആൻഡ് ഇൻ വൈറ്റ് ഇറ്റ് ലുക്സ് റിയലി ഒരു ക്ലാസ് ടച്ച് ഉണ്ട് ഈ വൈറ്റും കോപ്പറും കൂടെ. ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് ഇത് XUV 400 ആണ്. ദിസ് ഇസ് ദി XUV 300. ബേസിക്കലി ദ സെയിം കാർ, പക്ഷേ ഇത് പെട്രോൾ പവേർഡ് ആയ കാരണം നമുക്ക് ഈ അണ്ടർ 4 മീറ്റർ റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അപ്പം ബാക്ക് നോക്കുകയാണെങ്കിൽ അങ്ങ് ചെത്തി നിർത്തിയ പോലെയാണ്. ഇതിൽ ആ ഒരു റെസ്ട്രിക്ഷൻ വരാത്ത കാരണം കുറച്ചും കൂടെ ബമ്പറിനൊക്കെ ഒരു നീട്ടം കൊടുത്ത് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ബാക്ക് എൻഡ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ബേസിക്കലി ദ സെയിം കാർ, ബട്ട് ഇതിന് കുറച്ചും കൂടെ ഡിസൈനേഴ്സിന് സമാധാനമായിട്ട് ഈ ബമ്പർ ഡിസൈൻ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ദ ബാക്ക് ആൻഡ് ഓൾ ഇസ് വെരി നൈസ്ലി ഡിസൈൻ. ഈ ടെയിൽ ലൈറ്റ് ഡിസൈനൊക്കെ ഇസ് വെരി നൈസ്, വെരി സ്ട്രൈക്കിംഗ്. അഗൈൻ ഈ കോപ്പർ ബിറ്റ്സ് ഉണ്ട്. നമ്മുടെ ലോഗോസ് ഒക്കെ കോപ്പറിലാണ്, കോപ്പർ ഫിനിഷാണ്, ഇറ്റ്സ് നോട്ട് ആക്ച്വൽ കോപ്പർ. പക്ഷേ നമുക്ക് റിവേഴ്സിങ് ക്യാമറ ഉണ്ട്. ദിസ് ഇസ് ദി ഫുൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഇ വി ബാഡ്ജ് വന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ന്യൂ ഫോർ 2024. ആൻഡ് നമ്മുടെ അലോയ് വീൽസ്, ദീസ് ആർ 16-inch അലോയ് വീൽസ്. ഒരു ഡയമണ്ട് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ദേ ലുക്ക് നൈസ്. ടയർ സൈസ് വന്നിട്ട് 205/65 R16s. ഈ ഒരു സൈസ് വണ്ടിക്ക് നല്ലോണം അതൊരു സൂട്ടാവുന്നുണ്ട്. ഹെൽപ്പിംഗ് ദ പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞാൽ നൈസായിട്ട് പ്രൊപ്പോർഷൻസിന് മാച്ച് ചെയ്യുന്ന ഒരു ടയർ സൈസും അലോയ് കോംബോ ആണ്. നമ്മുടെ താഴത്തെ ഈ ഭാഗത്തും കോപ്പറിൻ്റെ ഫിനിഷ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, മേജർ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയേഴ്സിലാണ്. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഓപ്പൺ ദ കാർ. റിക്വസ്റ്റ് സെൻസേഴ്സ് ഉണ്ട്, ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട്. ആൻഡ് ലെറ്റ്സ് ചെക്ക് ഔട്ട് ദി ഇൻറ്റീരിയേഴ്സ്. നൗ സിറ്റിംഗ് ഇൻസൈഡ് ദി XUV 400 EV. ഇൻറ്റീരിയേഴ്സ് ആർ വെരി നൈസ്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഇൻറ്റീരിയേഴ്സ് ഭയങ്കര ബേസിക് ആയിരുന്നു, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഇതിപ്പോൾ ഒരു മോഡേൺ കാറിൻ്റെ എല്ലാ രീതിയിലും ആ ഒരു എലിവേറ്റ് ആയിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ് നല്ല രീതിയിൽ എലിവേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് പണ്ട് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ഐവറി വൈറ്റ് ഫിനിഷ് വിത്ത് 2-tone ബ്ലാക്ക്, അത് നല്ലൊരു കോമ്പിനേഷൻ. ഒരു അപ്പ് മാർക്കറ്റ്, ഒരു ടെസ്ലയുടെ ഒക്കെ ഒരു ഫീല് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് സീറ്റ്സിലും നമ്മുടെ മഹീന്ദ്രയുടെ ആ ട്വിൻ പീക്സ് ലോഗോ ഉണ്ടോ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇത് വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല, ദീസ് ആർ നോർമൽ സീറ്റ്സ്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും ആ ഒരു വൈറ്റ് ലെതർ വന്നപ്പോഴത്തേക്കൊക്കെ ഒരുപാട് പ്രീമിയം ആയ പോലെ തോന്നുന്നുണ്ട് ഈ വണ്ടി. സോ ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ട്. അഗൈൻ ഒരു 2-tone ഐവറി വൈറ്റ് ആൻഡ് ബ്ലാക്ക്. പിന്നെ ഈ കോപ്പർ ആക്സൻസ് ഇതാ AC വെൻറ്റിൻ്റെ അവിടെ ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ നോബ്സിൻ്റെ ചുറ്റിനും ഉണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റിയറിങ്ങിലുള്ള ലോഗോൻ്റെ ചുറ്റിനും ഒരു ബ്ലൂ ആക്സെൻ്റ് ഉണ്ട് വിത്ത് ദ കോപ്പർ ഫിനിഷ് ഫോർ ദ ട്വിൻ പീക്സ് ലോഗോ. വെരി നൈസ്. ഈ സ്റ്റിയറിംഗ് അപ്പാടെ നമ്മുടെ XUV 700 എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ സ്റ്റിച്ചിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഇസ് അഗൈൻ ഇൻ കോപ്പർ.
നല്ലൊരു ടച്ചാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു വണ്ടി ഓവറോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ക്വാളിറ്റി ഫീൽ തോന്നിക്കുന്നത്. ഇറ്റ്സ് നത്തിങ്, ജസ്റ്റ് വെറും ഒരു കോപ്പർ ത്രെഡും കൊണ്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ജസ്റ്റ് ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരും വണ്ടിയിലോട്ട്. ആൻഡ് നമ്മുടെ പവർ നോബല്ല, നമ്മുടെ വോളിയൂം നോബിൻ്റെ ചുറ്റിനും ഈ കോപ്പർ ഫിനിഷ് വന്നിട്ടുണ്ട്. ആൻഡ് 2 സ്ക്രീനുകൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ മേജർ അപ്ഡേറ്റ്. ലെറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ദ കാർ ആൻഡ് സീ ഈ സ്ക്രീനുകൾ എങ്ങനെയാണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, അതിൻ്റെ ചുറ്റിനും ഈ കോപ്പർ ഫിനിഷ് ഉണ്ട്. സോ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ ആനിമേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. 2 10.25 ഇഞ്ച് സ്ക്രീൻസ് ആണ് വരുന്നത്. ദിസ് ഇസ് ഓൾസോ 10.25 ഇഞ്ച് സ്ക്രീൻ വിച്ച് ഈസ് റിയലി നൈസ് ടു യൂസ്. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് യൂസ് ചെയ്തു കുറച്ച് നേരമായി വണ്ടി. ആൻഡ് ഭയങ്കര റെസ്പോൺസീവ് ആണ്. നല്ല കുറേ EVയുടെ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ല കോൺട്രാസ്റ്റ്, നല്ല ഷാർപ്നെസ് ഉള്ള ഒരു സ്ക്രീനാണ് കേട്ടോ. അങ്ങനെ വെറുതെ ഒരു സ്ക്രീൻ എടുത്ത് വെച്ചേക്കുന്നില്ല. ഒരുപാട് ചിന്തയും കുറേ സമയം ചിലവാക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്രീനാണ്. എന്നാൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. നമ്മളൊരു വില കൂടിയ TV ഒക്കെ വാങ്ങിക്കുന്ന പോലത്തെ ആ ഒരു, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഷാർപ്നെസ്സും ആ ബ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ബ്ലാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു ചില വണ്ടികളുടെ സ്ക്രീനിൽ അത്രയും നമുക്കൊരു ഡെഫിനിഷനോ നമുക്ക് അത്രയും കോൺട്രാസ്റ്റ് കിട്ടുന്നില്ല. ദിസ് ലുക്സ് വെരി നൈസ്. ഇതിൻ്റെ ബെസൽസ് ഒക്കെ വളരെ ചെറുതാണ്. കാരണം നമ്മളൊരു പ്രീമിയം മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കുന്ന അതേ എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ആ ഒരു റിച്ച്നെസ് ഈ ഒരു സ്ക്രീനിൽ തോന്നുന്നുണ്ട്. ഇറ്റ് ഇസ് വെരി നൈസ് ബൈ മഹീന്ദ്ര. ആൻഡ് ഇതും സെയിം ലെവൽ ഓഫ് കോൺട്രാസ്റ്റ്, സെയിം ലെവൽ ഓഫ് ഡീറ്റെയിൽ വെച്ചിട്ടാണ് ഈ നടുക്കത്തെ ഈ സ്പീഡോമീറ്റർ സ്ക്രീനും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ വെരി നൈസ്. സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ XUV 700 അതേ സ്റ്റിയറിംഗ് വീലാണ്. AC വെൻസ് ആൻഡ് ഓൾ ആർ റീഡിസൈൻഡ്. വലിയ AC വെൻസ് ആണ്, നിറച്ച് എയർ ഫ്ലോ, സൂപ്പർ എയർ ഫ്ലോ കിട്ടും. ആൻഡ് ഈ ബട്ടൺസൊക്കെ പഴയ വണ്ടിയിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്തേക്കുന്നതാണ്, ഈ കൊച്ചു കൊച്ചു ബട്ടൺസൊക്കെ. ആൻഡ് ക്ലൈമറ്റ് കൺട്രോൾ ഡ്യുവൽ സോൺ ആണ്. സോ 2 പേർക്കും 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഈ ഫാനിൻ്റെ ബട്ടൺസൊക്കെ വലിയ ബട്ടൺസ്. ഇത്രയും വലിയ ഫാൻ ബട്ടൺസ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇറ്റ്സ് ഹ്യൂജ് ആൻഡ് നൈസ് ആണ്. എല്ലാ ബട്ടൺസിനൊക്കെ നല്ലൊരു സോഫ്റ്റ് ടച്ച് ഫീലുണ്ട്. ആൻഡ് ഗിയർ ലിവർ ഇതിനും കോപ്പർ ആക്സൻസും എല്ലാം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നൈസ്. പാർക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ബട്ടണാണ്, നമ്മുടെ BMWസിനൊക്കെ ഉള്ള പോലെ. റിവേഴ്സ് ഡ്രൈവ്, ന്യൂട്രൽ, സൈഡിലൊരു അൺലോക്ക് ബട്ടൺ ഉണ്ട്. ആൻഡ് ഒരു ഓവറോൾ ഒരു നല്ലൊരു ഡിസൈൻ, ഒരു പ്രീമിയം ഡിസൈൻ, ഒരു റേഞ്ച് റോവറിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഗിയർ സെലക്ടർ ഒരു നോബ് പോലെയാണ്. ഇറ്റ്സ് റിയലി നൈസ്. മഹീന്ദ്രയ്ക്ക് ഭയങ്കര ഒരു ഐ ഫോർ ഡീറ്റെയിൽ ഉണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഒരു പോർഷൻ വയർലെസ് ചാർജറാണ്, ഫോൺ ചാർജറാണ്. ആൻഡ് യു ഗെറ്റ് 2 USB സോക്കറ്റ്സ് ഇൻ ദ ഫ്രണ്ട് ഓൾസോ. USB-C എന്തുകൊണ്ടില്ല എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഡോർ കാർഡ്സ് എന്ന് പറഞ്ഞാൽ വെരി നൈസ്, നല്ല ഡിസൈനാണ്. ആൻഡ് ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് കിട്ടുന്നത്. നല്ല പ്രീമിയം ടച്ചാണ് അത്. അത് ബാക്ക് സീറ്റ്സ് ആർ ഓൾസോ കംഫർട്ടബിൾ. അങ്ങനെ വലിയ സ്പേസ് എന്ന് പറയാൻ ഈ കാറ്റഗറിയിലുള്ളതിന് ഇറ്റ്സ് നൈസ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3 people സുഖമായിട്ടിരിക്കാം. 3rd ഹെഡ് റെസ്റ്റ് ഉണ്ട്. സോ യു നോ ഇറ്റ്സ് മെൻറ്റ് ഫോർ 3 people. അതൊക്കെ ആം റെസ്റ്റ് ഉണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. ആൻഡ് അഗൈൻ ഈ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടില്ല, സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിന് ഈ കോപ്പർ ഫിനിഷാണ് വന്നിരിക്കുന്നത്. അത് ഇസ് റിയലി നൈസ്. നല്ലൊരു ഡീറ്റെയിൽ കണ്ട, എല്ലാ സ്റ്റിച്ചിങ്ങിലും ഈ കോപ്പർ ഫിനിഷാണ് വന്നിരിക്കുന്നത്. സോ നല്ലൊരു ഡീറ്റെയിലാണത്. ആൻഡ് വൈറ്റിൻ്റെ കൂടെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് വണ്ടിക്ക്. അഗൈൻ ഡോർ പാഡിൻ്റെ ഡിസൈനൊക്കെ വെരി നൈസ്. ഇവിടെ ഒരു ലെതർ ആംറെസ്റ്റ് പോലെ വരുന്നുണ്ട്. ആൻഡ് അഗൈൻ ക്രോം ഫിനിഷുള്ള ഡോർ ഹാൻഡിൽസ്, വെരി പ്രീമിയം ലുക്കിംഗ്. ആൻഡ് നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. നേരത്തെ ഇതില്ലായിരുന്നു. ദിസ് വാസ് എ പാർട്ട് ഓഫ് ദ മേജർ അപ്ഡേറ്റ്. നമുക്ക് ബാക്കിൽ AC വെൻസ് ഇപ്പം വരുന്നുണ്ട്. അതിലും ഈ കോപ്പർ ഫിനിഷ് ബാക്കിൽ വരുന്നുണ്ട്. പ്രിറ്റി നൈസ്. ആൻഡ് ബാക്കിൽ USB-C ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എ സ്പേസ് ഫോർ യുവർ ഫോൺ. ആൻഡ് ഒരു ട്രഡീഷണൽ പവർ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നൗ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബേസിക്കലി ബാക്കിൽ ഡോർ പോക്കറ്റ്സ് ഇല്ല, നമുക്ക് മാഗസീനോ എന്തെങ്കിലും വയ്ക്കാനായിട്ട്. പക്ഷേ അതിന് പകരം ഈ സ്ട്രിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് റിയലി സ്ട്രേഞ്ച്. ഞാൻ പറഞ്ഞില്ല, ലൈഫിൽ ആദ്യമായിട്ട് ഈ ഒരു സാധനം കാണുന്നത്. ആൻഡ് ഐ ഗെസ് നമുക്ക് പേപ്പറോ എന്തെങ്കിലും വയ്ക്കണമെങ്കിലൊക്കെ വയ്ക്കാമായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് റിയലി സംതിങ് ന്യൂ. ആൻഡ് ഈ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഫുൾ ഡാഷ്ബോർഡ് ഡിസൈനും ആ ഗിയർ ലിവർ സെലക്ടറും ആ 2 സ്ക്രീനും എവറിത്തിങ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ നോക്കുമ്പം നമ്മുടെ ആ ചെറിയ കോപ്പർ എലിമെൻസും ആ ആക്സൻസൊക്കെ ശരിക്കും അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ആകുന്നുണ്ട്. ആൻഡ് ദിസ് ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡ് ഇസ് റിയലി ഗുഡ്. പറയാൻ പറഞ്ഞ ഒരു സൺറൂഫ് ഉണ്ട് ഈ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ. നത്തിങ് ടു ഹ്യൂജ്, ഒരു ആവറേജ് സൺറൂഫ്. പക്ഷേ സൺറൂഫ് ഉണ്ട് ഫോർ ഓൾ ഓഫ് ദോസ് സൺറൂഫ് ലവേഴ്സ്.
ആൻഡ് സീറ്റ് ഡിസൈൻ ആൻഡ് എവറിത്തിങ് ഇസ് ഓക്കെ സ്പേസ് ഉണ്ട്, നല്ല നീ റൂമുണ്ട് അല്ലേ. ഇത് ഏകദേശം എൻ്റെ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈവിംഗ് സീറ്റാണ്. ആൻഡ് നിറച്ച് നീ റൂമുണ്ട്, നീ റൂമിന് ഒരു കുറവുമില്ല. ഹെഡ് റൂമും അത്യാവശ്യമുണ്ട്, നോട്ട് ടു ഗുഡ്. ഓവറോൾ കംഫർട്ടബിൾ ബാക്ക് സീറ്റ്. എന്താണ്, നമുക്ക് ഇതൊരു സിറ്റി കമ്മ്യൂട്ടർ കാറാണ്. സോ നമുക്ക് ഡേ ടു ഡേ നമുക്ക് 5 പേര് സുഖമായിട്ടിരുന്ന ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻറ്റീരിയറാണ്. പിന്നെ കമ്മിങ് ടു ദ ബൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് XUV 400 ആവശ്യത്തിന് സ്ഥലമല്ല, ആവശ്യത്തിനേക്കാളും കൂടുതൽ സ്ഥലമുണ്ട്. യു ക്യാൻ സി, ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ബാക്ക് പോർഷൻ XUV 300 ആണ്. ദിസ് ദി XUV 400. ആൻഡ് ആ എക്സ്ട്രാ 4 മീറ്ററിൻ്റെ റെസ്ട്രിക്ഷൻ മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് ഡിക്കിയിൽ. ഇതിനകത്ത് നമുക്ക് സുഖമായിട്ടൊരു 3 വലിയ എയർപോർട്ട് ബാഗ്സൊക്കെ വെച്ചൊരു സുഖമായിട്ട് യാത്ര ചെയ്യാം. ലഗേജ് ക്യാരി ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ക്രാംപ്നെസ്സും ഇല്ല. ഇനി സീറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പേസ് കിട്ടും. പക്ഷേ വിത്ത് ഓൾ ദി സീറ്റ്സ് അപ്രൈറ്റ്, ബ്യൂട്ടിഫുൾ എമൗണ്ട് ഓഫ് സ്പേസ് ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് ഇത് ഫാസ്റ്റ് ചാർജറൊക്കെയാണ് ഇതിൻ്റെ ചാർജിങ്ങിനുള്ളത്. ആൻഡ് ജസ്റ്റ് ഫോർ എ കമ്പാരിസൺ, ഈ സ്പേസ് കണ്ടല്ലോ. Now this is the Scorpio N. Scorpio N-ൽ എല്ലാ സീറ്റ്സും വെച്ച് കഴിഞ്ഞാൽ this is the amount of space you get. And XUV 400 എല്ലാ സീറ്റ്സും വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് കിട്ടും. സോ നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ബൂട്ട്, ഈ സെഗ്മെൻറ്റിൽ ഇത്രയും വലിയൊരു ബൂട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ ദാറ്റ് ഇസ് എ ബിഗ് പ്ലസ് ഫോർ ദി XUV 400 EV. A huge thank you and shout out to PPS Mahindra for allowing me to come down here, shoot their vehicles and basically share this video with you guys. It's all thanks to them. And നിങ്ങളിപ്പോൾ കൊച്ചിനിലാണ് താമസിക്കുന്നതെങ്കിൽ ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ടു ബൈ എ മഹീന്ദ്ര വെഹിക്കിൾ, ഡു കോൺടാക്ട് ദം. അവരുടെ എല്ലാം ഉണ്ട്. സ്കോർപിയോ N, XUV 700, XUV 400, Marazzo. Guys, Marazzo ഇപ്പോൾ ഉണ്ട്. So if you are looking to purchase a Mahindra vehicle, do contact PPS Mahindra. So guys, that was it. That was the XUV 400 EV review. Hope you guys enjoyed it. Do let us know what you think in the comment sections below. And like this video, share this video with your friends and family. And if you're new here, do consider subscribing. ഇതേപോലെ കുറേ വീഡിയോകളായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. So till then, stay safe, goodbye and God bless.